കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയെയും വികസന മുൻഗണനകളെയും സംബന്ധിച്ച് ഭരണ പ്രതിപക്ഷ ചേരികൾ തമ്മിലുള്ള വാക്പോര് മുറുകുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന പണരൂപത്തിലുള്ള ബഡ്ജറ്റ് അവതരണത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉയർത്തിയ രൂക്ഷമായ വിമർശനങ്ങൾക്ക് കണക്കുകളും വസ്തുതകളും നിരത്തി മന്ത്രിമാരായ വി. ശിവൻകുട്ടിയും പി. രാജീവും നൽകിയ മറുപടികൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കേരളത്തിന്റെ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതീവ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഈ ബഡ്ജറ്റ് വെറും പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില പരിതാപകരമാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ബഡ്ജറ്റിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉപയോഗിച്ച ഖജനാവിലെ പൂച്ച പെറ്റുകിടക്കുകയാണെന്ന പ്രയോഗം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ കോളിളക്കമുണ്ടാക്കി. അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനങ്ങൾ ഇവയാണ്: ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പല പദ്ധതികൾക്കും ആവശ്യമായ പണം കണ്ടെത്താനുള്ള സ്രോതസ് സർക്കാർ വ്യക്തമാക്കുന്നില്ല. കടമെടുത്ത് മുടിഞ്ഞ സംസ്ഥാനം ഇനിയും നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണ്. ഈ സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികളുടെ സാമ്പത്തിക ബാധ്യത മുഴുവൻ വരാനിരിക്കുന്ന അടുത്ത സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള തന്ത്രമാണിതെന്ന് UDF ആരോപിക്കുന്നു. പെൻഷൻ കുടിശ്ശിക തീർക്കുന്നതിലോ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലോ ബഡ്ജറ്റ് പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷം വാദിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങൾക്ക് വ്യക്തിപരമായ രാഷ്ട്രീയ മറുപടിയാണ് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി നൽകിയത്. ഖജനാവ് ശൂന്യമാണെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് തനിക്ക് ലഭിക്കേണ്ടുന്ന ശമ്പളവും മറ്റ് അലവൻസുകളും ഇതേ ഖജനാവിൽ നിന്നാണ് കൃത്യമായി കൈപ്പറ്റുന്നതെന്ന് ശിവൻകുട്ടി ഓർമ്മിപ്പിച്ചു. ഖജനാവ് ശൂന്യമാണെങ്കിൽ ഈ തുക എവിടെ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ അദ്ദേഹം ഉയർത്തിക്കാട്ടി. സ്കൂളുകളിലെ ഹൈടെക് സൗകര്യങ്ങളും അടിസ്ഥാന വികസനവും നടക്കുന്നത് കൃത്യമായ സാമ്പത്തിക ആസൂത്രണം ഉള്ളതിനാലാണ്. നാടിന്റെ വികസനത്തിലും പാവപ്പെട്ടവന്റെ ക്ഷേമത്തിനുമായി സർക്കാർ ഓരോ രൂപയും സൂക്ഷ്മതയോടെയാണ് ചെലവാക്കുന്നത്. നെഗറ്റീവ് വാർത്തകൾ പടച്ചുവിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വ്യവസായ മന്ത്രി പി. രാജീവ് കൂടുതൽ സാങ്കേതികവും കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ളതുമായ മറുപടിയാണ് നൽകിയത്. വ്യവസായ മേഖലയിൽ ബഡ്ജറ്റ് നൽകുന്ന വലിയ പിന്തുണയെ അദ്ദേഹം അക്കമിട്ട് നിരത്തി. വ്യവസായ ധാതു മേഖലയ്ക്കായി ഇത്തവണ 1973.51 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 154 കോടി രൂപ അധികമാണ്. കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് 310.84 കോടി രൂപ അനുവദിച്ചു. സംരംഭക വർഷം പദ്ധതിയിലൂടെ ഉണ്ടായ നേട്ടങ്ങൾ നിലനിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ 1000 കോടി രൂപയുടെ ഇൻഡസ്ട്രിയൽ ആൻഡ് ലോജിസ്റ്റിക്സ് പാർക്ക് പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ വലിയൊരു നീക്കമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന നയത്തിന്റെ ഭാഗമായി 294.6 കോടി രൂപയാണ് വകയിരുത്തിയത്. KPPL വികസനത്തിന് 175 കോടി രൂപ അധികമായി നൽകിയതും അദ്ദേഹം എടുത്തു പറഞ്ഞു. IT മേഖലയ്ക്കായി 548 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടർ, ഡ്രോൺ റിസർച്ച് എന്നീ ഭാവി സാങ്കേതിക വിദ്യകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്ന പുതിയ സ്ഥാപനത്തിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള തുക വകയിരുത്തി. ഈ വാക്പോരുകൾ കേവലം സാമ്പത്തിക തർക്കങ്ങളല്ല, മറിച്ച് 2026 തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളാണ്. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ഭരണ തുടർച്ചയ്ക്ക് ശ്രമിക്കുന്ന LDFും സാമ്പത്തിക പ്രതിസന്ധി ആയുധമാക്കി ജനരോഷം തിരിക്കാൻ ശ്രമിക്കുന്ന UDFും തമ്മിലുള്ള വലിയൊരു പോരാട്ടമാണ് നിയമസഭയിൽ നടക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ ബഡ്ജറ്റിലെ പല പദ്ധതികളും മാറ്റിയെഴുതുമെന്ന പ്രഖ്യാപനത്തെ ജനവിരുദ്ധമെന്നാണ് സർക്കാർ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിന്റെ ഖജനാവ് ശൂന്യമാണെന്ന പ്രതിപക്ഷത്തിന്റെ വാദവും വ്യവസായ വിപ്ലവത്തിന് അടിത്തറയിടുന്ന ബഡ്ജറ്റാണ് ഇതെന്ന ഭരണപക്ഷത്തിന്റെ അവകാശവാദവും തമ്മിൽ വലിയ അന്തരവും നിലനിൽക്കുന്നു. എന്നാൽ കണക്കുകൾ പ്രകാരം വ്യവസായ, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ വൻതോതിലുള്ള വിഹിതം അനുവദിച്ചിരിക്കുന്നത് ശുഭകരമായ സൂചനയാണ്. പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ ജനാധിപത്യപരമായി സ്വാഗതം ചെയ്യുമ്പോഴും നാടിന്റെ വികസനത്തിന് ഈ ബഡ്ജറ്റ് ഒരു മികച്ച റോഡ് മാപ്പ് ആണെന്ന സർക്കാർ വാദം ശക്തമായി തന്നെ നിലനിൽക്കുന്നു. ഭൂമിയുടെ ന്യായവിലയിൽ വരുത്തിയ വർധനവ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയാണ്. വീട് നിർമ്മാണത്തിനായി ഭൂമി വാങ്ങുമ്പോഴുള്ള രജിസ്ട്രേഷൻ ചിലവുകൾ ഇത് വർദ്ധിപ്പിക്കുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഭൂമി കൈമാറ്റത്തിനായുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും മാറ്റങ്ങൾ വരുത്തിയത് സാധാരണ കുടുംബങ്ങളെ ബാധിക്കുന്നുണ്ട്.